8:5 മുതലുള്ള വാക്യം. ഒരു ശതാധിപൻ അവൻ കവർന്നഭൂമിയിൽ എത്തിയപ്പോൾ ഒരു ശതാധിപൻ വന്ന് അവനോട്, ബൈബിളിൽ യേശുവിനെ കർത്താവെന്ന് വിളിച്ചവരുടെ കാര്യമാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒരു ശതാധിപൻ വന്ന് അവനോട് എന്ന് വെച്ചാൽ 100 പേർക്ക് അധിപനായിട്ടുള്ള ആള് യേശുവിന്റെ അടുത്ത് വന്ന് അവൻ പറയുന്ന വാചകം, ഞാൻ ഒരുത്തനോട് പോകാൻ പറഞ്ഞാൽ പോകും, വരാൻ പറഞ്ഞാൽ വരും. 100 പേരുടെ മേൽ എനിക്ക് കർത്തൃത്വമുള്ള ആളാണ്. 100 പേരുടെ കർത്താവാണ് ഞാൻ. ശതാധിപൻ ഈ എന്താ പറഞ്ഞേ, അധികാരമുള്ളവനെ കണ്ടാൽ അറിയാം. ശതാധിപൻ 100 പേരുടെ മേൽ കർത്താവാണ്, 100 പേരുടെ കർത്തൃത്വമുള്ളയാളാണ്, 100 പേരെ ഭരിക്കുന്നയാളാണ്. അദ്ദേഹത്തിന് ഭരണത്തെ കുറിച്ച് അറിയാം. എന്ന് വെച്ചാൽ കർത്തൃത്വത്തെ കുറിച്ച് ആരും ക്ലാസ് എടുക്കാതെ കർത്തൃത്വം എന്ന വിഷയത്തെ കുറിച്ച് ശതാധിപന് നല്ല അറിവാണ്. ഇദ്ദേഹത്തിന് യേശു ദാവീദ് പുത്രൻ എന്നോ യേശു യഹൂദ വംശാവലിയിലുള്ള കൃത്യമായ പേര് ഒന്നും അറിയത്തില്ല. പക്ഷെ കർത്തൃത്വത്തെ കുറിച്ച്, ഭരണത്തെ കുറിച്ച് അറിയാം. അതുകൊണ്ട് ശതാധിപൻ കണ്ട ഉടനെ യേശുവിനെ ഒരു വിളിച്ചു, കർത്താവേ, എന്റെ ബാല്യക്കാരൻ പക്ഷപാതം പിടിച്ച് കഠിനമായി വേദനപ്പെട്ട് വീട്ടിൽ കിടക്കുന്നു. കണ്ടപ്പോഴേ ശതാധിപൻ വിളിച്ചു, കർത്താവേ, കർത്താവേ, കർത്താവേ. നിങ്ങൾക്കറിയാമോ ഈ വിളി, ആ ചെവി വീണ ആ കൈ ആക്റ്റീവ് ആകും. ആ ചെവിയിൽ ഈ വിളി വീണാൽ ആ കൈ ആക്റ്റീവ് ആകും. എല്ലാ വിളിയും അവിടെ കേൾക്കണമെന്ന് നിർബന്ധമില്ല. എന്നാൽ ചില വിളികൾ ആ ചെവിയിൽ വീണിരിക്കും. ആയിരക്കണക്കിന് ശബ്ദങ്ങളുടെ മുമ്പിൽ ഈ വിളി ആ കൈയെ ചലിപ്പിക്കുന്നതാണ്. ശതാധിപൻ വിളിക്കുകയാണ്, കർത്താവേ, ഒരു സൗഖ്യത്തിനാണ് ഞാൻ വന്നത്. യേശു അവനോട് പറയുന്നു, ഞാൻ നിന്റെ വീട്ടിൽ വന്ന് സൗഖ്യമാക്കും എന്ന് പറഞ്ഞു. അവന്റെ മറുപടി, അതിന് ശതാധിപന്റെ മറുപടി, കർത്താവേ, കർത്താവേ, നീ എന്റെ പുരയ്ക്കകത്ത് വരാൻ ഞാൻ യോഗ്യനല്ല. ഒരു വാക്ക് മാത്രം കൽപ്പിച്ചാൽ എന്റെ ബാല്യക്കാരന് സൗഖ്യം വരും. എനിക്ക് കർത്തൃത്വത്തെ കുറിച്ച് അറിയാം. ശതാധിപന്റെ മറുപടി, എനിക്ക് കർത്തൃത്വത്തെ കുറിച്ച് അറിയാം. നീ വീട്ടിൽ വരണമെന്നില്ല, നിന്റെ വാക്കുമതി. കാര്യം നീ സകലത്തിനു മേലും കർത്താവാണ്. എന്റെ കർത്തൃത്വം 100 പേരുടെ മേലാണ്, 100 വ്യക്തികളുടെ മേലാണ്. പക്ഷെ നിന്റെ കർത്തൃത്വം വ്യക്തികളുടെ മേലും, സംഭവത്തിന് മേലും, രോഗത്തിന് മേലും, ശാപത്തിന് മേലും, ദാരിദ്ര്യത്തിന് മേലും നീ കർത്തൃത്വം എടുത്താൽ നീ സകലത്തിന്റെ മേലും കർത്തൃത്വം എടുക്കുന്നയാളാണ്. നീ സകലത്തിനു മേലും കർത്തൃത്വം എടുക്കുന്നയാളാണ്. ഇത് മെസ്സേജ് വളരെ സിമ്പിളാണ്. ഇതെനിക്കറിയാം, വളരെ സിമ്പിളാണ്. സിമ്പിളായിരിക്കുമ്പോൾ തന്നെ ഇത് ഹൃദയത്തിനകത്ത് അങ്ങനെ ഉൾക്കൊണ്ട് വിളിക്കുന്നവർക്ക് ഇത് ബോംബാണ്. ഇത് എന്നെ തൊടാത്തൊരു ദൂത് ഞാൻ നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവെക്കാറില്ല. അവൻ എൻ്റെ കർത്താവാണ്, എൻ്റെ സകലത്തിൻ്റെയും കർത്താവാണവൻ, എൻ്റെ സകലത്തിൻ്റെയും കർത്താവാണവൻ. അവനാണ് കർത്താവ്, അവൻ മാത്രമാണ് കർത്താവ്. യേശു തൻ്റെ പരസ്യ ശുശ്രൂഷ ആദ്യമായി ഇസ്രായേലിന് പുറത്തേക്ക് യേശുവിൻ്റെ സഭ പോകാൻ പോകുന്നു എന്ന് ആദ്യമായി ഒരു അനൗൺസ്മെന്റ് നടത്താൻ പോവുകയാണ്. ആദ്യത്തെ അനൗൺസ്മെന്റ് ഇസ്രായേലിന് പുറത്തേക്ക്, ആ ഇസ്രായേലിന്റെ ചെറിയ ഇട്ടാവട്ടത്തിന് പുറത്തേക്ക് സഭ ബൗണ്ടറികളെ ബ്രേക്ക് ചെയ്ത് വരാൻ പോകുന്നു എന്ന ആദ്യത്തെ അനൗൺസ്മെന്റ്. അത് എവിടെ വെച്ചാണ് നടത്തിയത്? അത് നടത്തിയത് ആ ഫിലിപ്പിന്റെ കൈസരിയിൽ വെച്ചല്ല. ആദ്യത്തെ അനൗൺസ്മെന്റ് ഈ കർത്താവേ എന്ന് വിളിച്ച ശതാധിപന്റെ മുമ്പിൽ വെച്ച് യേശു പറയുകയാണ്. 5:8-11 വാക്യത്തിൽ പറയുന്നു, കിഴക്ക് നിന്നും പടിഞ്ഞാറ് നിന്നും അനേകർ വന്ന് അബ്രഹാമിനോടും ഇസഹാക്കിനോടും യാക്കോബിനോടും കൂടെ സ്വർഗരാജ്യത്തിൽ പന്തിയിലിരിക്കും.
അല്ലയോ ശതാധിപ, നീ കർത്താവേ എന്ന് വിളിച്ചപ്പോ നീ പോലും അറിഞ്ഞില്ല സഭ ഇസ്രായേലിന് പുറത്തേക്ക് തുറക്കുന്ന വാതിലാണ് നീ തുറന്നു കൊടുത്തത്. യേശു പറയുകയാണ്, ഞാൻ കാണുന്നു. യേശു പറയുകയാണ്, നീ എന്നെ കർത്താവേ എന്ന് വിളിച്ചില്ലയോ? അത് പറഞ്ഞപ്പോഴാ ഒരു സംഭവം ഓർമ്മ വരുന്നത്. ഇതുപോലെ എന്റെ കർത്തൃത്വം അംഗീകരിക്കുന്ന ഒരു സൈന്യം കിഴക്കൂന്നും പടിഞ്ഞാറ് നിന്നും അബ്രഹാമിന്റെ കൂടെ പന്തിയിലിരിക്കാൻ വരുന്നത് ഞാൻ കാണുന്നു. യേശു നിന്ന ഇസ്രായേലിനെ സെൻട്രാക്കി കിഴക്കോട്ട് പിടിച്ചാൽ ഇങ്ങ് ഇന്ത്യ വരെ, സ്തോത്രം, അങ്ങ് പടിഞ്ഞാറോട്ട് പിടിച്ച പടിഞ്ഞാറൻ രാജ്യങ്ങൾ, കിഴക്കൻ രാജ്യങ്ങളിൽ നിന്ന് ഒരു വലിയ സമൂഹം എന്റെ കർത്തൃത്വം അംഗീകരിച്ചു വരുന്നത്. ഞാൻ വിശ്വസിക്കുന്നത് ഗോൾഡ് സൂക്കിന്റെ രണ്ടാമത്തെ ഹാളിൽ ഇരിക്കുന്ന നിന്നെ കുറിച്ച് കൂടെ പ്രവചിക്കുകയാണ്. ഒരു സൈന്യം എന്റെ കർത്തൃത്വം അംഗീകരിക്കുന്നത്, ഞാൻ കർത്താവാണെന്ന് സമ്മതിക്കുന്ന ഒരു വലിയ സൈന്യത്തെ ഞാൻ കാണുന്നു. എന്റെ കർത്തൃത്വത്തെ സമ്മതിക്കുന്ന യേശു എവനെ നോക്കിയിട്ട് പറയുകയാണ്, ഇസ്രായേലിൽ ഇങ്ങനൊരു വിശ്വാസം ഞാൻ കണ്ടിട്ടില്ല. രണ്ട് പേരെ നോക്കിയാണ് യേശു ഇത് പറഞ്ഞത്. ഒന്ന്, ആ സൗഖ്യത്തിന് മുമ്പ് യേശുവിനെ കർത്താവ് എന്ന് വിളിച്ച ആ സ്ത്രീ. രണ്ട്, ജാതീയ പശ്ചാത്തലത്തിൽ നിന്ന് വന്ന ഈ ശതാധിപൻ. അവരെ രണ്ടുപേരെ നോക്കിയിട്ട് യേശു പറഞ്ഞു, ഇത് ഭയങ്കര വിശ്വാസമാണ്. കാരണം അവർ രണ്ടുപേരും എന്നെ കണ്ടപ്പോഴേ കർത്താവേ എന്ന് കയറി വിളിച്ചവരാണ്. അവന്റെ കർത്തൃത്വം, അവരുടെ കർത്തൃത്വം എൻ്റെ മേൽ ഇട്ടവരാണ്. ഇതിനകത്തിരിക്കുന്ന നിങ്ങളോട് പറയാം, അവന്റെ കർത്താവായി സമ്മതിച്ച വാക്ക് വളരെ ക്രിസ്ത്യാനിത്വത്തിന്റെ ഒരു കുഴപ്പം ഞാൻ പറയാം. കുഴപ്പം ഇതിനകത്ത് ഈ കസാരയും എടുത്തോണ്ട് ഇവിടുത്തെ ഏതെങ്കിലും ഒരു വലിയ മല, അല്ലെങ്കിൽ ഒരു 50 കിലോ വെയിറ്റ് എടുത്തോണ്ട് ഇവിടുത്തെ ഏതെങ്കിലും ഒരു വലിയ മല മുകളിലോട്ടും താഴോട്ടും 50 പ്രാവശ്യം ഓടി കയറി ഇറങ്ങണമെന്ന് പറഞ്ഞാൽ നമുക്കത് ചെയ്യുന്നവർക്കൊരു മനസ്സിലൊരു സുഖം, ചെയ്യുന്നവർക്ക് മനസ്സിലൊരു സുഖം. അത് ചെയ്യുമ്പോൾ എന്തോ ഒരു തൃപ്തി പോലെ. ക്രിസ്ത്യാനിത്വം നേരെ തിരിച്ചാണ്. വളരെ സിമ്പിൾ കാര്യങ്ങളാണ് പറയുന്നത്. കർത്താവേ എന്ന് വിളിച്ചാൽ രക്ഷപ്പെടും. എന്നിട്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവർക്ക് ഇത് അത് ശരിയായില്ല, അത് ശരിയായില്ല, അതെങ്ങനെ ശരിയാവുന്നത്, അത് എന്തെങ്കിലും ഒന്ന് ചെയ്യിപ്പിക്കാൻ. ഒരിക്കൽ ശൂന്യമായ പടകുമായി പത്രോസ് കിടക്കുന്നു. ലൂക്കോസ് 5-ാം അധ്യായം. ശൂന്യമായ പടകുമായി പത്രോസ് കിടക്കുന്നു. ഇതിനകത്ത് ചിലരുടെ ഫീൽഡ് മാറാൻ പോകുകയാണ്. വേണമെന്നുള്ളവര് ആമേൻ പറഞ്ഞോ തുള്ളി ചാടിയോ സ്വീകരിക്കും. 2018 ഇതിനകത്ത് ചിലർ ഫീൽഡ് മാറി കാണാൻ പോകുകയാണ്. അത് റിസീവ് ചെയ്താൽ അങ്ങനെ തന്നെ സംഭവിക്കും, അങ്ങനെ തന്നെയാകും. യേശു പടക് നിറച്ചു. സംഭവം, യേശു പ്രസംഗിക്കാൻ വന്നു, പടക് വിട്ടുകൊടുത്തു. പടക് വിട്ടുകൊടുത്ത പടകിൽ യേശു പറഞ്ഞെടുത്ത് പത്രോസ് വീശി, പടക് നിറഞ്ഞു. പടക് നിറയുന്ന കണ്ടപ്പോ പത്രോസ് യേശുവിനെ ഒരു വിളി വിളിച്ചു, കർത്താവേ എന്നെ വിട്ടുപോകണം, ഞാൻ പാപിയായ മനുഷ്യനാണ്. എന്താണ് ഞാൻ? അങ്ങനല്ലേ എഴുതിയിരിക്കുന്നത്. ശീമോൻ പത്രോസ് അത് കണ്ടിട്ട്, ഏത് കണ്ടിട്ട്? ഈ പടക് നിറയുന്ന കണ്ടിട്ട് യേശുവിന്റെ കാൽക്കൽ വീണു. യേശുവിന്റെ കാൽക്കൽ വീണു. കർത്താവേ, കേട്ടോ, വിളി കേട്ടോണം, കർത്താവേ ഞാൻ പാപിയായ മനുഷ്യനാകൊണ്ട്. ഈ യൂദ ഒരിക്കൽ പോലും യേശുവിനെ കർത്താവേ എന്ന് വിളിച്ചില്ല. അതുകൊണ്ടാണ് യൂദ സത്യത്തിൽ പത്രോസ് ചെയ്തതിനേക്കാൾ കുറവുള്ള തെറ്റേ ചെയ്തുള്ളൂ. ഈ രണ്ടുപേരുടെ തെറ്റ് നോക്കിയാൽ യൂദ എന്റെ അഭിപ്രായത്തിൽ ചെറിയ തെറ്റാ ചെയ്തത്. പത്രോസ് അതിനേക്കാൾ വലിയ പണി കാണിച്ചത്. പത്രോസ് പറഞ്ഞു യേശുവിനെ അറിയത്തില്ലെന്ന് പറഞ്ഞു. 3.5 വർഷം കൂടെ നടന്ന ആളിനെ, അത്ഭുതം ചെയ്ത ആളിനെ എനിക്ക് അവനെ അറിയത്തില്ലെന്ന് മാത്രമല്ല, അവൻ പ്രാകാരം ആണയിടാനും തുടങ്ങി എന്നാണ് ലൂക്കോസ് പറയുന്നത്. രാഗി
ആ നാശം പിടിച്ചവനെ എനിക്ക് അറിയത്തില്ലെന്നല്ലയോ പറഞ്ഞ് ഒരു മുക്കവും പുരാഗിയാൽ എങ്ങനെ ഇരിക്കും? ഒരു മത്സ്യവുമായി ബന്ധപ്പെട്ട ആള് വാക്കുകളെല്ലാം തെറ്റിച്ച് പറഞ്ഞു കാണും. കാര്യം ജീവൻ രക്ഷിക്കാൻ വേണ്ടി പറയുകയാണ്. സ്വന്തം ജീവൻ രക്ഷപ്പെടാൻ വേണ്ടി മാക്സിമം പറഞ്ഞു കാണുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ലൂക്കോസ് ഡോക്ടറാണ്. ഒരു ഡോക്ടർ എഴുതുമ്പോൾ ഒരു റേഞ്ച് വിട്ട് എഴുതാൻ പറ്റത്തില്ലല്ലോ. പത്രോസ് പറഞ്ഞ എന്നോട് എഴുതി വെച്ചാൽ ഇതിൻ്റെ റേഞ്ച് പോകും. അതുകൊണ്ട് പുള്ളി എഴുതി പ്രാകാനും ആണ ഇടാനും തുടങ്ങി. പ്രാഗി ഇതെന്തുവാണെന്ന് എഴുതുന്നില്ല, നിങ്ങൾ ഊഹിച്ചാൽ മതി. അദ്ദേഹം മാക്സിമം റേഞ്ചിൽ പ്രാഗിയിട്ടുണ്ട്. ഡോക്ടർ ലൂക്കോസ്. യൂദ എന്തോ ചെയ്തേ? വന്നവരോട് പറഞ്ഞു എനിക്ക് അവനെ അറിയാം, യേശുവിനെ അറിയാം എന്ന് പറഞ്ഞ് ഒരു ചുംബനോടെ കൊടുത്തിട്ടാണ് പോകുന്നത്. അവൻ പോയപ്പോൾ രാഗി അലച്ചിട്ട് പോകുന്നു, അവൻ ഒരു ഉമ്മയുടെ കൊടുത്തിട്ട് പോകുന്നു. ഏതാണ് വലിയ തെറ്റ്? നിങ്ങൾ ഏതാണ്? ഇവൻ കൃത്യം എന്തായാലും കള്ളം പറഞ്ഞവൻ. അവൻ പറഞ്ഞു എനിക്ക് ആളിനെ അറിയാം, വരാമെങ്കിൽ ഞാൻ കാണിച്ചു തരാം. കൂടെ നടന്നവൻ പറഞ്ഞു എനിക്ക് അവനെ അറിയത്തില്ല. തെറ്റ് വലുത് പത്രോസിന്റെ. പക്ഷെ പത്രോസ് ജയിച്ചതിന്റെ കാര്യം ആ മിനിറ്റത്തേക്ക് അങ്ങനെ ആയിപ്പോയാലും പുള്ളിക്ക് അടുത്ത മിനിറ്റിൽ അവനെ അവന്റെ വീക്ക്നെസ് തൊടാനറിയാം. അവന്റെ കർത്തൃത്വത്തെ സമ്മതിച്ചവനാണ് അവൻ. കർത്താവാണെന്ന് ഇതിനകത്ത് അങ്ങനത്തെ ഒത്തിരി പത്രോസുമാർ എന്നെ കേൾക്കുന്നു. അവന്റെ കർത്തൃത്വം മനസ്സിലായവർ നിന്റെ വീഴ്ച ക്ഷമിച്ച് 2018 ഒരു തിരിച്ചുവരവ് നിന്റെ നടത്താൻ പോകുകയാണ്. 2018 നിന്റെ വീഴ്ച ക്ഷമിച്ച് നിനക്കൊരു തിരിച്ചുവരവ് നടത്താൻ പോകുന്നു. പത്രോസിന്റെ ഏറ്റവും വലിയ ഗുണം അവനെ കർത്താവാണെന്ന് സമ്മതിച്ച ആളാണ്. പത്രോസ് പടക് നിറഞ്ഞപ്പോ യേശുവിനോട് പറയുക, കർത്താവേ ഞാൻ പാപിയായ മനുഷ്യനാകൊണ്ട് എന്നെ വിട്ടു പോകണമേ എന്ന് പറഞ്ഞു. യേശുവിനെ എന്തോ വിളിച്ചു? കർത്താവ്. നമ്മൾ പറഞ്ഞ ഫീൽഡ് മാറുമ്പോ യേശു തിരിച്ചു പറയുന്ന മറുപടി. യേശു ശിമയോനോട് മതി ഞാൻ പറഞ്ഞോളാം. യേശു പറയുക, നീ എന്നെ കർത്താവേ എന്ന് വിളിച്ചത് കൊണ്ട് നിന്റെ ഫീൽഡ് ഒന്ന് ചേഞ്ച് ചെയ്യാൻ പോകുക. ഇനി നീ മീൻ പിടിക്കുന്ന ചാള പിടിക്കുന്ന ശീമോനല്ല, മനുഷ്യനെ പിടിക്കുന്ന പീറ്ററാണ് നീ. ഐശ്വര്യവും സമ്പത്തും വീട്ടിലുണ്ടാകും. ഐശ്വര്യവും സമ്പത്തും വീട്ടിലുണ്ടാകും. ഐശ്വര്യവും സമ്പത്തും വീട്ടിലുണ്ടാകും. എല്ലാവരും ചേർന്ന് പറഞ്ഞാട്ടെ, ഐശ്വര്യവും സമ്പത്തും പറഞ്ഞാട്ടെ വീട്ടിലുണ്ടാകും. വചനം അങ്ങനെ തന്നെ പറയുന്നു. ഐശ്വര്യവും സമ്പത്തും വീട്ടിലുണ്ടാകും. ആ ചെവി കേൾക്കത്തക്ക നിലയിൽ എന്തെങ്കിലും ഒന്ന് പറഞ്ഞാട്ടെ. ഐശ്വര്യവും സമ്പത്തും വീട്ടിലുണ്ടാകും. അവൻ ഉയർച്ച തരുന്ന കർത്താവ്. അവൻ വരണ്ട നിലത്ത് നീരൊഴുക്കിന് തരുന്ന ദൈവമാണ്. അവൻ വരണ്ട നിലത്ത് നീരൊഴുക്കിനെ പകരും. അവൻ വരണ്ട നിലത്ത് നീരൊഴുക്കിനെ പകരുന്ന കർത്താവാണ്. നിങ്ങൾക്കറിയാമോ എൻ്റെ കർത്തൃത്വം ഞാൻ ആർക്കാണ് കൊടുത്തതെന്ന്? ഞാൻ ആരുടെ കയ്യിലാണ് എൻ്റെ കർത്തൃത്വം കൊടുത്തതെന്ന്? 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചവൻ. മരിച്ച ലാസറിനെ, നാട്ടം വെച്ച ലാസറിനെ ഒറ്റ പേരുവിളിയിൽ പുറത്തു കൊണ്ടുവന്നയാളാണ്. പിശാചിന്റെ തല തകർത്തവൻ, അവന്റെ ആയുധവർഗം വെപ്പിച്ചവൻ, പച്ചവെള്ളത്തെ വീഞ്ഞാക്കിയവൻ, മരണത്തിന്റെ പാശങ്ങൾക്ക് കെട്ടിയിടാൻ, കല്ലറയിൽ കെട്ടിയിടാൻ കഴിയാത്തവൻ, അവന്റെ കയ്യിലോട്ടാണ് ഞാൻ എൻ്റെ കർത്തൃത്വം ഹാൻഡ് ഓവർ ചെയ്യുന്നത്. യേശുവിന്റെ കാൽവരി ക്രൂശിൽ 4 കാര്യങ്ങൾ പ്രധാനമായി സംഭവിച്ചു. ഏറ്റവും പ്രധാനപ്പെട്ട 4 കാര്യങ്ങൾ. 1, യേശുവിന്റെ കാൽവരി ക്രൂശിൽ പാപങ്ങളുടെ മോചനം സംഭവിച്ചു. അതെല്ലാ സഭക്കാരും എല്ലാവരും ഒരുപോലെ സമ്മതിക്കുന്നു. എന്നാൽ അടുത്തതിനകത്തൊക്കെ ആശയക്കുഴപ്പമുണ്ട്. പക്ഷെ നമ്മൾ വിശ്വസിക്കുന്നത് ഇത് 4ലും വിശ്വസിക്കുന്നു. 1
ഒന്ന്, പാപങ്ങളുടെ മോചനം സംഭവിച്ചു. രണ്ട്, ശാപങ്ങൾ യേശു കാൽവറി ക്രൂശിൽ തീർത്തു എന്ന്, അവൻ നമ്മുടെ അതിക്രമമൊക്കെയും തീർത്തുവെന്ന് വിശ്വസിക്കുന്നു. മൂന്ന്, അവൻ നമ്മുടെ രോഗത്തെ കാൽവറി ക്രൂശിൽ പരിഹരിച്ചു എന്ന് ബൈബിൾ പറയുന്നു, അതുകൊണ്ട് നമ്മൾ വിശ്വസിക്കുന്നു. നാല്, നമ്മുടെ ദാരിദ്ര്യം കാൽവറി ക്രൂശിൽ പരിഹരിച്ചു എന്ന് വിശ്വസിക്കുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട 4 കാര്യങ്ങൾ: പാപങ്ങളുടെ മോചനം യേശു ക്രൂശിൽ ചെയ്തു കഴിഞ്ഞു, രോഗങ്ങളുടെ സൗഖ്യം യേശു ചെയ്തു കഴിഞ്ഞു, ശാപങ്ങളുടെ മോചനം യേശു ചെയ്തു കഴിഞ്ഞു.